മാമ്പഴ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം, പഴയ രീതിയിൽ തന്നെ. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 കിലോ ചന്ദ്രക്കാരൻ മാങ്ങയാണ്. ചന്ദ്രക്കാരൻ മാമ്പഴം ഉപയോഗിക്കാം, അല്ലെങ്കിൽ നാട്ടുമാങ്ങ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ ചെറിയ മാങ്ങ ഏതെങ്കിലും ആണ് മാമ്പഴ പുളിശ്ശേരിക്ക് നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം, തൊലി കളഞ്ഞെടുക്കാം. ഇതേപോലെ തൊലി കളഞ്ഞ് എല്ലാ മാമ്പഴത്തിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം. ഏകദേശം 9-10 മാങ്ങയുണ്ട്. അതിൽ ഒരെണ്ണം കേടായിരുന്നു. 1/2 കിലോ യൂഷ്വലി 10 മാങ്ങയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ തൊലിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂടുവെള്ളം ഒഴിക്കുക. ഇത് ഓപ്ഷണലാണ്. നമുക്ക് നമ്മുടെ വീടുകളിലുണ്ടാകുന്ന മാങ്ങയൊക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ചെയ്യാം. ഇത് കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും, ഒന്നുകൂടെ ഫ്ലേവറുമാണ്. അപ്പോൾ ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത് എറണാകുളത്തു നിന്നുള്ള ഗീത അമ്മൂമ്മയുടെ റെസിപ്പിയാണ്. അമ്മൂമ്മയുടെ കയ്യിൽ ഇങ്ങനത്തെ കുറച്ച് ടിപ്സുകളുണ്ട്. അപ്പോൾ അതിലൊരെണ്ണമാണ് ഇതേപോലെ. അത് കറിക്ക് ഫ്ലേവറും കിട്ടും, മാത്രമല്ല അതിൻ്റെ ഗുണങ്ങളും നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാം. ഈ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുക. ഈ വെള്ളത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് എരിവിന് പാകത്തിന് നമുക്ക് മുളക് ചേർക്കാം. ഞാനൊരു 8 മുളകോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരു ടീസ്പൂൺ ഉപ്പ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തു. അതേപോലെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തു, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. നല്ലതായിട്ടൊരു തിള വന്ന ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി അടച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്യണം. നോക്കുന്നത് മാങ്ങ നന്നായിട്ട് വേവണം, അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നോക്കിയാൽ നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തു. മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ശർക്കര ചേർക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. കൂടുതലും മധുരം വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പം എപ്പോഴും നമ്മൾ ശർക്കര ചേർക്കുന്നത് നമ്മുടെ മാങ്ങയുടെ മധുരവും പുളിയൊക്കെ ഒന്ന് കണക്കിലെടുത്തിട്ടാണ്. അപ്പം നല്ലതായിട്ട് പുളിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് മധുരം കൂടുതൽ ചേർക്കേണ്ടി വരും. ഇനി ഈ വെള്ളം മൊത്തം ഒന്ന് വറ്റിച്ചെടുക്കണം, അതുവരെ കുക്ക് ചെയ്യുക. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്ന് തോന്നി. ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി ഇടും. അപ്പോൾ മൊത്തം 4 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തു. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓർഗാനിക് ജാഗറി പൗഡറാണ്. അപ്പോൾ ക്ലീനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ നല്ല തൈര് ഒഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ പുളി എല്ലാം കൂടെ ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ടാണ് നമ്മൾ ശർക്കര ഇച്ചിരി മധുരം ഉണ്ടാവണം. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് 1/2 ലിറ്റർ തൈരാണ്. ഇതൊന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ തൈരാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ വേണം ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് ഇറക്കി കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്, അല്ല പിരിഞ്ഞ് വരും, അത് അവോയ്ഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ തൈരിട്ട് നന്നായിട്ട് തിളപ്പിക്കും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒത്തിരി തണുപ്പുള്ള തൈര് പാടില്ല, റൂം ടെമ്പറേച്ചർ തൈര് വേണം. ഇപ്പോൾ ഓൾമോസ്റ്റ് വെള്ളമൊക്കെ പറ്റി കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇനി തൈര് ഒഴിക്കാനുള്ളൊരു സ്റ്റേജായി. ഇനി തീ താത്ത് വെക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം തൈര് ഒഴിക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യുക. നമ്മൾ തൈര് ഒഴിച്ച ശേഷം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് നേരം.
അപ്പം നമുക്കൊരു ഡൗട്ട് തോന്നാം ഇത് പിരിയില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി തണുപ്പല്ലാണ്ട് തൈര് ഉപയോഗിക്കുകയാണെങ്കിൽ പിരിയത്തില്ല. അപ്പോൾ നമ്മൾ കുറുക്ക് കാളനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ തൈരിട്ട ശേഷം നന്നായിട്ട് കുറുക്കി എടുക്കുക. തൈര് നന്നായിട്ട് വേവണം. മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി എനിക്ക് ഷെയർ ചെയ്തത് എറണാകുളത്തു നിന്നുള്ള ഗീതാമ്മയാണ്. അപ്പോൾ ഗീതാമ്മയുടെ ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അതേ രീതിയാണ്. അപ്പോൾ ഒത്തിരി ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരി നമ്മൾ ചെയ്യുന്നത് നമ്മൾ മാങ്ങ വേവിച്ച ശേഷം തേങ്ങ അരച്ച് ചേർക്കും. തേങ്ങയും ജീരകോടെ അരച്ച് ചേർത്ത് അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പം തൈര് ഒഴിക്കുക. തൈരൊന്ന് ചൂടാകുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുക ചെയ്യാറ്. ഇവിടെ നേരെ തിരിച്ചാണ്. തൈരിട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് റെഡ്യൂസ് ചെയ്ത ശേഷമാണ് തേങ്ങ ചേർക്കത്തുള്ളൂ. അപ്പോൾ കണ്ടോ, തൈരിട്ടിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇതൊന്ന് കുറുകണം. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളൊന്ന് കുറുക്കിയെടുക്കും. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, എങ്കിലും പിരിയത്തില്ല. നമ്മൾ ആദ്യം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒട്ടും പിരിയത്തില്ല. ഇതൊരു 10 മിനിറ്റോളം തിളച്ചൊന്ന് കുറുകി വരണം. അപ്പോൾ തൈര് ഇവിടെ തിളച്ച് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. 1 കപ്പ് തേങ്ങയാണ് വേണ്ടത്. 1 കപ്പോ 1.5 കപ്പോ ഒക്കെ വരെ നമുക്ക് ഉപയോഗിക്കാം. തേങ്ങ നന്നായിട്ട് വേണം. ഞാനിപ്പോൾ 1 കപ്പ് നിറച്ചെടുത്തേക്കുന്നത്. 1 കപ്പ് തേങ്ങയിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോൾ ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു 10 മിനിറ്റോളം തിള വന്ന ശേഷം ഞാൻ ടൈം വെച്ചേക്കായിരുന്നു. 10 മിനിറ്റോളം നമ്മൾ തിളപ്പിച്ചു തൈര്. അപ്പോൾ നന്നായിട്ട് കുറുകി ഈ ഒരു സ്റ്റേജായി. അപ്പോൾ ഇത്രയും തിക്കായിട്ട് വന്നു. ഇനി നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർക്കാം. ഇത് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഇത് ഒലിച്ചു പോകാത്ത രീതിയിൽ, ഒരു തൊട്ട് കൂട്ടുന്ന രീതിയിൽ നല്ല തിക്കായിട്ടാണ് ഈ മാമ്പഴ പുളിശ്ശേരി എടുക്കാറ്. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൂട്ടുന്ന രീതിയിൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് ഇച്ചിരി നീട്ടി വേണേലും എടുക്കാം. ഞാനപ്പോൾ ഈ മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ അരപ്പൊന്ന് കഴുകി അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒഴിച്ച് കൂട്ടുന്ന ഒരു പരുവത്തിന് ഇച്ചിരി ലൂസാക്കി എടുത്തേക്കുന്നത്. എന്നാലും നല്ല തിക്കാണ്. ഇനി ഒന്ന് ചൂടായാൽ മാത്രം മതി. ചൂടാകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം. അരപ്പൊന്ന് വേവണം. അപ്പോൾ അരപ്പ് ചേർത്ത് ഒന്ന് തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർക്കുകയാണ്. ആവശ്യത്തിന് ചേർക്കാം. ഉപ്പ് ഞാൻ എക്സ്ട്രാ ഏകദേശം ഒരു ടീസ്പൂണോളം ഉപ്പ് എക്സ്ട്രാ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കുക. ഇനി ഇതിൻ്റെ മെയിൻ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കടുക് വറക്കലാണ്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം എണ്ണ ചൂടാക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/4 ടീസ്പൂൺ നിറച്ച്, ഏകദേശം 1/2 ടീസ്പൂൺ അടുത്ത് തന്നെ ഇട്ടിട്ടുണ്ട്, ഉലുവ, 2-3 വറ്റൽമുളക് കീറിയിടാം, നല്ലൊരു പിടി കറിവേപ്പില. ഒന്ന് അടച്ചു വെക്കാൻ കുറച്ച് നേരം. സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതിൻ്റെ തിക്നെസ്സൊക്കെ കണ്ടോ? ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്.
കുറച്ച് മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു 6 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.